വീണ്ടും വാർത്തകളിലേക്ക്. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ വോട്ടില്ല എങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ രാവിലെ തന്നെ ബൂത്തുകളിലെത്തി. ബൂത്ത് സന്ദർശനത്തിനിടെ ആര്യാടൻ ഷൗക്കത്തും M സ്വരാജും പരസ്പരം ആലിംഗനം ചെയ്തു. എന്നാൽ ആലിംഗനം ചെയ്യാനെത്തിയ ആര്യാടൻ ഷൗക്കത്തിന് കൈമാത്രം കൊടുത്ത് PV അൻവർ മടക്കി. ആര്യാടൻ ഷൗക്കത്തും കുടുംബവും രാവിലെ 7 മണിയോടെ നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 184 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDFന്റെ വോട്ടിൽ ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാക്കാൻ, വിള്ളൽ പോട്ടെ, ഒരു ചെറിയ ഹെയർലൈൻ പോറൽ പോലും ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. എനിക്കത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. LDF സ്ഥാനാർത്ഥി M സ്വരാജും അച്ഛനും രാവിലെ 7 മണിയോടെ മുദീരി GLP സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ. മണ്ഡലത്തിലെ വോട്ടർ അല്ലെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും രാവിലെ തന്നെ വിവിധ ബൂത്തുകളിൽ എത്തിയിരുന്നു. ഈ ഇലക്ഷനിൽ അത് ആർക്കും ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ബേസ്ലൈസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ. എത്ര വോട്ട് വന്നാലും ജനങ്ങൾ വിജയിക്കും. എന്തായാലും പ്രതീക്ഷ 100%. ബൂത്ത് സന്ദർശനത്തിനിടെ LDF സ്ഥാനാർത്ഥി M സ്വരാജും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും പരസ്പരം കാണുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ നേരിട്ട് കണ്ടെങ്കിലും കെട്ടിപ്പിടിക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 148 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ, മുസ്ലിം ലീഗ് നേതാവ് PV അബ്ദുൽ വഹാബ്, നിലമ്പൂർ ആയിഷ എന്നിവരായിരുന്നു മണ്ഡലത്തിൽ വോട്ട് ചെയ്ത മറ്റു പ്രമുഖ വ്യക്തികൾ. സ്ഥാനാർത്ഥികളും പ്രമുഖ വ്യക്തികളുമെല്ലാം കുടുംബസമേതം അതിരാവിലെ തന്നെ എത്തി വോട്ട് ചെയ്ത് മടങ്ങിയിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും രാവിലെ മുതൽ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, ടീം മീഡിയ 1, നിലമ്പൂർ.